Hi, welcome to the video. This is Seji from this English Academy. Listen carefully. I was tired, so I slept early. I slept early because I was tired. Same idea, but different usage. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്ന പലർക്കും സോ എന്താണെന്നും ബിക്കസ് എന്താണെന്നും അറിയാം. പക്ഷേ അത് സെന്റൻസിൽ ഉപയോഗിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ സോ എവിടെയാണ് അതുപോലെ ബിക്കസ് എവിടെയാണ് ഉപയോഗിക്കപ്പെടുന്നത് ഞാൻ വ്യക്തമായിട്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇതിന്റെ ഒരു കോർ റൂൾ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബിക്കസ് എപ്പോഴും ഒരു കാരണത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്നത്, എന്നാൽ സോ ഉപയോഗിക്കുന്നതോ ഒരു റിസൾട്ടിനെ കാണിക്കാൻ അല്ലെങ്കിൽ ഒരു ഇഫക്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ബിക്കസ് ആൻസേഴ്സ് എ ക്വസ്റ്റ്യൻ വൈ ആൻഡ് സോ ആൻസേഴ്സ് വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്. ഇനി നമുക്ക് ബിക്കസ് എവിടെയാണ് ഉപയോഗിക്കപ്പെടുന്നത് വിശദമായിട്ടൊന്ന് നോക്കാം. ബിക്കസ് എപ്പോഴും ഒരു കാരണത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എന്താണ് കാരണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെന്റൻസിൽ ബിക്കോസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ സ്റ്റേഡ് അറ്റ് ഹോം ബിക്കസ് ഇറ്റ് വാസ് റെയിനിങ്. ഞാൻ വീട്ടിൽ തന്നെ നിന്നു ബിക്കസ് കാരണം ഇറ്റ് വാസ് റെയിനിങ്. മഴ പെയ്യുന്നുണ്ടായിരുന്നു എന്ന കാരണത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ബിക്കസ് യൂസ് ചെയ്തു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? വീട്ടിൽ തന്നെ നിന്നു അല്ലെ. ഐ സ്റ്റേഡ് അറ്റ് ഹോം, ഞാൻ വീട്ടിൽ തന്നെ നിന്നു ബിക്കസ് ഇറ്റ് വാസ് റെയിനിങ്, കാരണം മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഷീസ് ഹാപ്പി, അവൾ ഹാപ്പിയാണ് ബിക്കസ് ഷി പാസ്ഡ് ദി എക്സാം. അവൾ ഹാപ്പിയാണ് ബിക്കസ് കാരണം എന്താണ്? ഷീ പാസ്ഡ് ദി എക്സാം, അവൾ പരീക്ഷ പാസ്സായി എന്ന കാരണത്തെ കാണിക്കാൻ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ബിക്കോസ് യൂസ് ചെയ്തു. ഷീസ് ഹാപ്പി ബിക്കസ് ഷീ പാസ്ഡ് ദി എക്സാം. ഫോർ എക്സാമ്പിൾ, ഹി ഡിഡ്ന്റ് കം ബിക്കസ് ഹി വാസ് സിക്ക്. ഹി ഡിഡ്ന്റ് കം, അവൻ വന്നില്ല. എന്താ കാരണം? ബിക്കോസ്. ആ കാരണത്തെ കാണിക്കാൻ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്തു? ബിക്കോസ് യൂസ് ചെയ്തു. ഹി ഡിഡ്ന്റ് കം ബിക്കസ് ഹി വാസ് അൺവെൽ, അവന് അസുഖമായിരുന്നു. ഹി വാസ് സിക്ക്, അവന് അസുഖമായിരുന്നു. ഹി ഡിഡ്ന്റ് കം ബിക്കസ് ഹി വാസ് സിക്ക്, അവൻ വന്നില്ല കാരണം അവന് അസുഖമായിരുന്നു. അപ്പൊ ബിക്കസ് എപ്പോഴും കാണിക്കുന്നത് ഒരു കാരണത്തെയാണ്. അതെപ്പോഴും ഒരു കാരണത്തിന് മുമ്പിലാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഇനി സോ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സോ ഉപയോഗിക്കുന്നത് ഒരു റിസൾട്ടിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്നിന്റെ ഒരു ഇഫക്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് വാസ് റെയിനിങ് സോ ഐ സ്റ്റേഡ് അറ്റ് ഹോം. മഴ പെയ്യുന്നുണ്ടായിരുന്നു, അപ്പൊ അതിന്റെ റിസൾട്ട് എന്താ? സോ. അതുകൊണ്ട് ഐ സ്റ്റേഡ് അറ്റ് ഹോം, ഞാൻ വീട്ടിൽ നിന്നു അല്ലെ. ഇറ്റ് വാസ് റെയിനിങ്, മഴ പെയ്യുന്നുണ്ടായിരുന്നു, അതിന്റെ ഫലം എന്താണ്? സോ ഐ സ്റ്റേഡ് അറ്റ് ഹോം, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? വീട്ടിൽ നിന്നു. ഫോർ എക്സാമ്പിൾ, ഷി പാസ്ഡ് ദി എക്സാം സോ ഷീസ് ഹാപ്പി. അവൾ പരീക്ഷ പാസ്സായി, അതുകൊണ്ട് അതിന്റെ റിസൾട്ട് എന്താ? ഷീസ് ഹാപ്പി, അവൾ ഹാപ്പിയാണ്. ഷി പാസ്ഡ് ദി എക്സാം, അവൾ പരീക്ഷ പാസ്സായി, സോ ഷീസ് ഹാപ്പി, അതുകൊണ്ട് അവൾ ഹാപ്പിയാണ്. അപ്പൊ അവിടെ നമ്മൾ ആ ഒരു ഇഫക്റ്റ്, ആ ഒരു റിസൾട്ടിനെയാണ് കാണിച്ചത്. മറ്റൊരു എക്സാമ്പിൾ, ഹി വാസ് സിക്ക്, അവൻ അസുഖമായിരുന്നു, സോ ഹി ഡിഡ്ന്റ് കം. അവൻ അസുഖമായിരുന്നു, ഹി വാസ് സിക്ക്, സോ ഹി ഡിഡ്ന്റ് കം, അതുകൊണ്ട് അവൻ വന്നില്ല അല്ലെ. അതിന്റെ റിസൾട്ട് ആണ് അവിടെ പറയുന്നത്. ഹി വാസ് സിക്ക്, അവൻ അസുഖമായിരുന്നു, സോ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഹി ഡിഡ്ന്റ് കം, അവൻ വന്നില്ല, അതുകൊണ്ട് അവൻ വന്നില്ല. അപ്പൊ സോ കാണിക്കുന്നത് എപ്പോഴും ഒരു റിസൾട്ടിനെയാണ്, ഒരു ഇഫക്റ്റിനെയാണ്. അപ്പൊ സോ ഉപയോഗിക്കപ്പെടുന്ന എപ്പോഴും ഒരു റിസൾട്ടിന്റെ മുമ്പിലായിരിക്കും. സെയിം ഐഡിയ ബട്ട് ഡിഫറെന്റ് ഓർഡർ. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കൂ. ഐ വാസ് ടയേർഡ് സോ ഐ സ്ലെപ്റ്റ് ഏർലി. ഐ വാസ് ടയേർഡ് സോ ഐ സ്ലെപ്റ്റ് ഏർലി. ഞാൻ ക്ഷീണിതനായിരുന്നു, അതുകൊണ്ട് അതിന്റെ റിസൾട്ട് ആണല്ലേ. അതുകൊണ്ട് ഐ സ്ലെപ്റ്റ് ഏർലി, ഞാൻ നേരത്തെ ഉറങ്ങി. ഇനിയോ, ഐ സ്ലെപ്റ്റ് ഏർലി ബിക്കോസ് ഐ വാസ് ടയേർഡ്. ഞാൻ നേരത്തെ ഉറങ്ങി, അതിന്റെ കാരണം എന്താണ്? അതാണ് ബിക്കോസ് വെച്ചിട്ട് പറയുന്നത്. ഐ സ്ലെപ്റ്റ് ഏർലി, ഞാൻ നേരത്തെ ഉറങ്ങി ബിക്കോസ് ഐ വാസ് ടയേർഡ്, കാരണം ഞാൻ ക്ഷീണിതനായിരുന്നു. സെയിം ഐഡിയ ബട്ട് ഡിഫറെന്റ് ഓർഡർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ആൾക്കാർ ഈ സോയും ബിക്കോസും ഒരു സെന്റൻസ് തന്നെ ഉപയോഗിച്ച് കാണാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് തെറ്റായി പോകും. ഫോർ എക്സാമ്പിൾ, ബിക്കോസ് ഐ വാസ് ടയേർഡ് സോ ഐ സ്ലെപ്റ്റ് ഏർലി. ഇങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാണ്. ആ സെന്റൻസ് കംപ്ലീറ്റ്ലി തെറ്റാണ്. ബിക്കോസ് ഐ വാസ് ടയേർഡ് സോ ഐ സ്ലെപ്റ്റ് ഏർലി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇത് എങ്ങനെ പറയാം? ബിക്കോസ് ഐ വാസ് ടയേർഡ് ഐ സ്ലെപ്റ്റ് ഏർലി, ഞാൻ ക്ഷീണിതനായിരുന്നത് കൊണ്ട് ഞാൻ നേരത്തെ ഉറങ്ങി. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഐ വാസ് ടയേർഡ് സോ ഐ സ്ലെപ്റ്റ് ഏർലി, ഞാൻ ക്ഷീണിതനായിരുന്നു, അതുകൊണ്ട് ഞാൻ നേരത്തെ ഉറങ്ങി. ഒരിക്കലും ഈ ബിക്കോസും സോയും ഒരേ സെന്റൻസിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഒരു മിനി ടെസ്റ്റ് ആണ്. ഞാൻ നിങ്ങളോട് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവുകയാണ്. അതിൽ വിട്ട ഭാഗം നിങ്ങൾ പൂരിപ്പിക്കണം. Are you ready? My first question. I was late dash there was heavy traffic. I was late dash there was heavy traffic because also. I was late because there was heavy traffic. ഞാൻ ലേറ്റ് ആയിരുന്നു, അപ്പൊ അതിന്റെ കാരണമാണ് ഞാൻ പറയേണ്ടത്. അപ്പൊ അവിടെ എന്താ യൂസ് ചെയ്യണം? ബിക്കോസ് യൂസ് ചെയ്യണം അല്ലെ. ഐ വാസ് ലേറ്റ്, ഞാൻ ലേറ്റ് ആയിരുന്നു ബിക്കോസ് കാരണം there was heavy traffic, നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. I was late because there was heavy traffic. My next question. It was very hot dash we stayed indoors. It was very hot dash we stayed indoors. So or because. It was very hot so we stayed indoors. നല്ല ചൂടുണ്ടായിരുന്നു, അപ്പോ അതിന്റെ ഒരു ഫലത്തെ, അതിന്റെ റിസൾട്ടിനെ നമ്മൾ പറയേണ്ടത് അല്ലെ. ഇറ്റ് വാസ് വെരി ഹോട്ട്, നല്ല ചൂടുണ്ടായിരുന്നു, സോ അതുകൊണ്ട് we stayed indoors, നമ്മൾ അകത്ത് തന്നെ നിന്നു അല്ലെ. ഇറ്റ് വാസ് വെരി ഹോട്ട്, നല്ല ചൂടുണ്ടായിരുന്നു, സോ we stayed indoors, അതുകൊണ്ട് നമ്മൾ
അകത്ത് തന്നെ നിന്നു. ഹോപ്പ് യു ഗോട്ട് ആൻസേഴ്സ് റൈറ്റ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് സോ എന്താണെന്നും ബിക്കസ് എന്താണെന്നും ഇവയുടെ ഉപയോഗം എന്താണെന്നും വളരെ വ്യക്തമായിട്ട് വളരെ ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഗ്രാമർ നിയമങ്ങളൊന്നും പഠിക്കാതെ നോട്ട്സ് എഴുതാതെ സംസാരിച്ചുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് ഇംഗ്ലീഷ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും